ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാസ്കേഡ് ഫോം ഓഫ് റിയലൈസേഷൻ ആണ് നോക്കിയത്. ഇനി നമുക്ക് രണ്ട് ഫോം ഓഫ് റിയലൈസേഷൻ ഉണ്ട്: പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ ആൻഡ് ട്രാൻസ്പോസ്ഡ് ഫോം ഓഫ് റിയലൈസേഷൻ. അതിൽ ട്രാൻസ്പോസ്ഡ് ഫോം നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അത് പഠിച്ചു തന്നെയാണ്, ഡയറക്റ്റ് ഫോം 2 തന്നെയാണ്. അതിന് ഒരു ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് ട്രാൻസ്പോസ്ഡ് ഫോം ആയിട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, നമുക്കിനി ഈ പാരലലിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ. ഓക്കെ, ഈ പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തരുന്ന എച്ച് ഓഫ് ഇസഡ് അല്ല, അതായത് നമുക്ക് റിയലൈസ് ചെയ്യാൻ തരുന്ന എച്ച് ഓഫ് ഇസഡ് എന്ന വാല്യൂ, അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റും. ഓക്കെ, ദാറ്റ് ഈസ് എഴുതിയെടുത്തു. എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു സി പ്ലസ് സബ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to n സി ഓഫ് കെ ബൈ 1 മൈനസ് പി കെ ഇസഡ് റേസ് ടു -1. ഓക്കെ, എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താവും? സി പ്ലസ് സബ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to n സി കെ ബൈ 1 മൈനസ് പി കെ ഇസഡ് ഇൻവേഴ്സ്. ഓക്കെ, പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും? ഒരു പാരലൽ സർക്യൂട്ട് പോലെ തന്നെ ആയിരിക്കും നമ്മുടെ റിയലൈസേഷൻ ഫോം വരുന്നത്. അതായത് എക്സ് ഓഫ് ഇസഡ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സി, അതായത് ഈ ഫോമിലുള്ള സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഓക്കെ, ആ കോൺസ്റ്റന്റ് along with that we are adding h1 of z, h1 of z, ഇത് വരച്ചെടുത്തോണേ, h1 of z and തന്നെ h2 of etc etc hk of z. ഓക്കെ, ഇതായിരിക്കും പാരലൽ ഫോം റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ h2 of z. ഓക്കെ, വരച്ചെടുത്തു. എല്ലാം ആഡർ ആണ്. ആഡ് ചെയ്ത് ഫൈനലി we will get the output as y of z. ഓക്കെ, വരച്ചെടുത്തു. ഈ ഇക്വേഷൻ h of z c സബ്മേഷൻ ഓഫ് k equal to 1 to n ck by 1 minus pk z inverse, where c is constant and pk is pole, and the corresponding parallel form realization is given below. Okay, where x of z is the given input and y of z is the output and c is the constant. എങ്ങനെ ഇത് വരച്ചേക്കുന്നത്? h1 of z തൊട്ട് hk of z ഒരു പാരലൽ സർക്യൂട്ട് പോലെയാണ് വരച്ചെടുത്തത്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തേ.
ഓക്കെ, ഇത് വരച്ചെടുത്തോ? എല്ലാ ഫോമും ഏകദേശം ചെയ്യുന്നൊക്കെ ഒരുപോലെ തന്നെയാണ്. നിങ്ങളിതെല്ലാം വരച്ച് തന്നെ പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. വരച്ചെടുത്തല്ലോ. ഇനി താഴത്തെ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേ. റിയലൈസ് ദ സിസ്റ്റം y of n equal to minus 0.1 y of n minus 1 minus 0.1 y of n minus 1 plus 0.7 y of plus 0.72 ആണ്, plus 0.72 y of n minus 2 plus 0.7 x of n minus 0.25 x of n minus 2. യൂസ് പാരലൽ ഫോം റിയലൈസേഷൻ. ഓക്കെ, റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചേ. y of n equal to minus 0.1 y of n minus 1 plus 0.72 y of n minus 2 plus 0.7 x of n minus 0.25 x of n minus 2. ആദ്യം എന്ത് ചെയ്യണം? ഇസഡ് ഡൊമൈനിലോട്ട് ആക്കിക്കേ എല്ലാവരും. ഞാൻ പറഞ്ഞു n ഡൊമൈനിലാണ് y of n ആണ് നമുക്ക് തന്നേക്കുന്നെങ്കിൽ you have to take the z transform. എടുത്തോ എല്ലാവരും? ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം എടുത്തല്ലോ. ഇനി അതിൽ നിന്ന് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിച്ച എല്ലാവരും. എച്ച് ഓഫ് ഇസഡ് എന്താണ്? എച്ച് ഓഫ് ഇസഡ് ആഫ്റ്റർ ടേക്കിംഗ് ഇസഡ് ട്രാൻസ്ഫോം യു ഹാവ് ടു ടേക്ക് എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു ആ ഇക്വേഷന് y ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. ദാറ്റ് വിൽ ബി യുവർ എച്ച് ഓഫ് ഇസഡ്. ഓക്കെ, എടുത്തോ എച്ച് ഓഫ് ഇസഡ് എടുത്തേ. ഗേൾസ്, അനുശ്രീ ഇത് കിട്ടുന്നുണ്ടോ ഇസഡ് ട്രാൻസ്ഫോം ഒക്കെ? ഓക്കെ, അതെടുത്തോ. ഇനി എച്ച് ഓഫ് ഇസഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് h1 ഓഫ് ഇസഡും h2 ഓഫ് ഇസഡും ആയിട്ട് നിങ്ങൾ അത് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് നേരത്തെ ചെയ്ത കാസ്കേഡ് ചെയ്ത പോലെ തന്നെ ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത്. ഞാൻ ചെയ്യാത്ത ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഇല്ല, ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം ഇത്. നമുക്ക് അടുത്ത ഇതിൽ നിന്നൊരു കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതിൽ നിന്ന് h1 ഓഫ് ഇസഡും h2 ഓഫ് ഇസഡും എടുത്തിട്ട് ഈ കാണുന്ന ഫോർമാറ്റ് ഇല്ലേ, പാരലൽ ഫോം റിയലൈസേഷൻ, അതുപോലെ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചേ. എനിക്ക് ഒരു 5 മിനിറ്റ് തരാം, ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചേ.
ഓക്കെ, അത് വരച്ചിരുന്നാൽ മതി. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. ഒബ്റ്റെയിൻ ദ പാരലൽ ഫോം ഓഫ്, എഴുതിക്കോ ഈ ക്വസ്റ്റ്യൻ. y of n equal to minus 0.1 y of n minus 1 plus 0.2 y of n minus 2 plus 3 x of n plus 3.6 x of n minus 1 plus 0.6 x of n minus 3. ഓക്കെ, ഇതാണ് y of n. ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കുക പെട്ടെന്ന്. എന്നിട്ട് y of z കണ്ടുപിടിക്കുക. h of z ഈക്വൽ ടു എത്ര എന്നുള്ളത് എടുത്തെഴുതുക. ചെയ്തേ, ഇത്രയും ചെയ്തേ. എന്ത് കിട്ടി? y of z നമുക്ക് എന്ത് കിട്ടി? y of z ഈക്വൽ ടു മൈനസ് 0.1 z ഇൻവേഴ്സ് y of z പ്ലസ് 0.2 z റേസ് ടു മൈനസ് 2 y of z പ്ലസ് 3 x of z പ്ലസ് 3.6 z ഇൻവേഴ്സ് x of z പ്ലസ് 0.6 z റേസ് ടു മൈനസ് 2 x of z. ഓക്കെ, ഇതിൽ നിന്ന് y of z ബൈ x of z നമുക്ക് എന്ത് കിട്ടും? 3 പ്ലസ് 3.6 z ഇൻവേഴ്സ് പ്ലസ് 0.6 z റേസ് ടു മൈനസ് 2 ബൈ 1 പ്ലസ് 0.1 z റേസ് ടു മൈനസ് 1 മൈനസ് 0.2 z റേസ് ടു മൈനസ് 2. ദാറ്റ് ഈസ് എന്താണിത്? h of z തന്നെ ആണ്. ഓക്കെ, ഇപ്പോൾ ഫൈനലി നമുക്ക് h of z എന്താന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ പാരലൽ ഫോം റിയലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? h1 of z h2 of z അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു പാരലൽ ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ h of z ഇപ്പൊ നമുക്ക് കിട്ടിയ ഫോമില് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ദിവസം കാസ്കേഡിൽ ചെയ്തായിരുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചേ. ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചേ. അതായത് എന്ത് ചെയ്യുന്നു? മൈനസ് 0.2 z റേസ് ടു മൈനസ് 2 പ്ലസ് 0.1 z റേസ് ടു മൈനസ് 1 പ്ലസ് 1. അതിനെങ്ങനെ ഡിവൈഡ് ചെയ്യും? 0.6 z റേസ് ടു മൈനസ് 2 പ്ലസ് 3.6 z ഇൻവേഴ്സ് പ്ലസ് 3. അതിനെ ഡിവൈഡ് ചെയ്തേ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നെ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ കിട്ടും. -3 മേലെ -3 ഇട്ട് അവസാനം കോഷ്യൻ ഇത് റിമൈൻഡർ എന്താവും? 3.9 z റേസ് ടു മൈനസ് 1 പ്ലസ് 6 എന്ന് കിട്ടും. ഓക്കെ, ചെയ്തോ? എല്ലാവരും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അനുശ്രീ ചെയ്തോ ഡിവിഷൻ? ഇങ്ങനെ തന്നെ വന്നോ? ഓക്കെ, ഇനി കണ്ടോ? നമ്മൾ ആദ്യം എഴുതിയ ഫോം ഏത്? h of z ഈക്വൽ ടു c പ്ലസ് സബ്മേഷൻ ഓഫ് k ഈക്വൽ ടു 1 z ഇൻവേഴ്സ്. അതാണ് നമുക്ക് നമ്മുടെ പാരലൽ ഫോം തന്നെ നമുക്ക് കിട്ടിയില്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? h of z ഈക്വൽ ടു -3
പ്ലസ് കിട്ടിയ റിമൈൻഡർ 3.9 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 6 ഡിവൈഡഡ് ബൈ മൈനസ് 0.2 ഇസഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 0.1 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പാരലൽ ഫോമിൻ്റെ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ്റെ ഫോം ആയില്ലേ? എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു സി പ്ലസ് സബ്മേഷൻ ഓഫ് ആ ഒരു സി ആണ് നമുക്കിവിടെ -3 ആയത്. ഓക്കെ, എഴുതിയോ എല്ലാവരും? ഇത്ര എഴുതിയോ? ഇനി രണ്ടാമത്തെ ടേം, അതായത് 3.9 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 6 ബൈ മൈനസ് 0.2 ഇസഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 0.1 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1. അതായത് ഈ സെക്കൻഡ് ടേമിൽ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്? അതായത് താഴത്തെ ടേം, അതായത് ഡിനോമിനേറ്റർ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുക. 6 പ്ലസ് 3.9 ഇസഡ് ഇൻവേഴ്സ് ബൈ 1 മൈനസ് 0.4 ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 പ്ലസ് 0.5 ഇൻവേഴ്സ്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ ബൈ 1 മൈനസ് 0.4 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് ബി ബൈ 1 പ്ലസ് 0.5 ഇസഡ് ഇൻവേഴ്സ് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, എഴുതിക്കൂടെ ഇങ്ങനെ? അല്ലേ, നിങ്ങൾ എഴുതുന്നുണ്ടോ ഇത്? നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തപ്പം ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി എന്ത് ചെയ്യുക? ഈ നിങ്ങൾ നേരത്തെ മാത്സിൽ പഠിച്ചിട്ടുണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ. ഈ ന്യൂമറേറ്ററായ 3.9 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 6 വിൽ ബി ഈക്വലൻ ടു എന്തായിരിക്കും? എടുത്തെഴുതിക്കേ. എങ്ങനെയായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എയും ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എ ബൈ 1 മൈനസ്, അതായത് എന്ത് ചെയ്യണം? 3.9 ഇസഡ് ഇൻവേഴ്സ് 3.9 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 6 എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആയിരിക്കും? അതായത് ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈക്വലന്റ് എ പ്ലസ് ഇസഡ് സോൾവ് ചെയ്തിട്ട് കിട്ടും പ്ലസ് 3 ഇൻവേഴ്സ് ന്യൂമറേറ്റർ. നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് will be equal to a into 2 Z inverse നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, മൈക്ക് അൺമ്യൂട്ട് ഇല്ല. ബി ഇൻറ്റു 1 ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? into 1 and 4 is inverse. ഇതായിരിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇനി ഇതിൽ നിന്ന് എയും ബിയുടെ വാല്യൂ കണ്ടുപിടിച്ച നിങ്ങൾ LCM എടുത്തേ ഉള്ളൂ. എയും ബിയുടെ വാല്യൂ കണ്ടുപിടിച്ച ഞാൻ എഴുതിയത് കണ്ടോ? കണ്ടുപിടിച്ചു. നമുക്ക് എയും ബിയും എന്ത് കിട്ടും?
എയുടെ വാല്യൂ 7 എന്നും ബിയുടെ വാല്യൂ -1 എന്നും നമുക്ക് കിട്ടും ലാസ്റ്റ്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ എഴുതാം? -3 നമുക്ക് ആദ്യം നമുക്ക് ഡിവൈഡ് -3 പ്ലസ് എയുടെ വാല്യൂ 7 ബൈ -1 പ്ലസ് 0.5 ഇസഡ് ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ h of z എന്ന് പറയുന്നത്. ഇത് എന്ത് ഫോം ആയിരിക്കും? ദിസ് വിൽ ബി c പ്ലസ് h1 of z പ്ലസ് h2 of z. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്തായിരിക്കും? c വിൽ ബി -3, h1 of z വിൽ ബി 7 by 1 minus 0.4 z inverse and h2 of z will be -1 by 1 plus 0.5 z inverse. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ കാസ്കേഡ് ചെയ്ത പോലെ തന്നെ h1 of z equal to y1 of z by x1 of z and we can consider a variable w1 of z. അങ്ങനെ ചെയ്തേ. എന്നിട്ട് എന്ത് കിട്ടും നമുക്ക്? y1 by, അതായത് നോക്കിക്കോ, h1 of z equal to 7 by 1 minus 0.4 z inverse which will be equal to y1 of z by x1 of z. ഓക്കെ, അതിൽ w1 of z എന്നുള്ള വേരിയബിൾ കൺസിഡർ ചെയ്യുമ്പോൾ y1 of z by w1 of z into w1 of z by x of z. അതിൽ y1 of z by w1 of z എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് y1 of z will be equal to 7 into w1 of z. Okay, and again the w1 of z by x of z will be 1 by 1 minus 0.4 z inverse, and from this we can write the equation for w1 of z as x of z plus 0.4 z inverse w1 of z. Okay, and next we will consider the h2 of z expression. h2 of z, h2 of z will be equal to -1 by 1 plus 0.5 z inverse. Okay, അതിൽ നമുക്ക് എന്ത് എഴുതാം? y2 of z by w2 of z into w2 of z by x of z. Okay, so we will get it as y2 of z by, ഇതൊക്കെ ചെയ്ത് നോക്കണേ, നോട്ടിൽ എല്ലാവരും നോട്ടിൽ ഇത് കണ്ടിരിക്കണം. w2 of z will be equal to -1 where y2 of z can be written as minus w2 of z. Okay, and the next term, that is w2 of z by x of z will be equal to 1 by 1 plus 0.5 z inverse. അതിൽ നിന്ന് w2 of z എന്താന്ന് എഴുതാമല്ലോ. നമുക്ക് എന്ത് കിട്ടും? w2 of z എന്ന് പറയുന്നത് x of z by 1 plus 0.5 z inverse ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് w2 of z ന്റെ ഇക്വേഷൻ എഴുതുക. അങ്ങനെ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി? 4 ഇക്വേഷൻ കിട്ടും. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്ക് പാരലലി ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ h1 of z, ഇത് നമ്മുടെ h2 of z, ഇത് നമ്മുടെ കോൺസ്റ്റന്റ് -3 ഇവിടെ ആഡറിലേക്ക് കൊടുത്തു. വരച്ചെടുത്ത എല്ലാവരും ഇത്രയും ഈ ഒരു വരട്ടെ. എല്ലാം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് z ട്രാൻസ്ഫോം എടുക്കുക, h of z കണ്ടുപിടിക്കുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, w-യുടെ ടേംസിലും y-യുടെ ടേംസിലും ഇക്വേഷൻ കണ്ടുപിടിക്കുക, റിയലൈസ് ചെയ്യുക. ഓക്കെ, ഇത്രയും തന്നെ നമ്മൾ ചെയ്യുന്നത്. അത് ഈ ഫോം മാറാൻ നോക്കുക. ഓരോ ഫോമും സെപ്പറേറ്റ് തന്നെ വരും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുമ്പോൾ ഒരെണ്ണം മാത്രമായിട്ടല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരുമിച്ചായിരിക്കും. റിയലൈസ് ഡയറക്റ്റ് ഫോം 2 പാരലൽ കാസ്കേഡ് എന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു h of z ആയിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ 3 വരയ്ക്കാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം ആ സമയത്ത്. കേട്ടോ?
അല്ലാണ്ട് പാരലൽ മാത്രം കാസ്കേഡ് മാത്രമൊന്നല്ല ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റിനിൽ തന്നെ 3 ടൈപ്പും വരയ്ക്കാൻ ചോദിക്കും. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം, അതും കൂടെ ചെയ്യുക. വരച്ചല്ലോ എല്ലാവരും? വരച്ചോ? ഇനി നമുക്ക് കമ്പൈൻഡ് ഉള്ള ക്വസ്റ്റ്യൻ നോക്കാം. എഴുതിക്കോ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറ്റുന്നുണ്ടോ? obtain cascade parallel follow system. Obtain cascade and parallel structure for following system. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ? എഴുതിക്കോ. obtain cascade and parallel structures for the following system. ഇതിലായിരിക്കും ചോദിക്കുന്നത്. കാസ്കേഡ്, പാരലൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3ഉം ചോദിക്കാറുണ്ട്. ഡയറക്റ്റും കാസ്കേഡും പാരലലും ഒരുമിച്ച് ചോദിക്കാറുണ്ട്. ഒന്ന് എഴുതിയെടുത്ത ഈ ക്വസ്റ്റ്യൻ. y of n equal to 3/4 y of n minus 1 minus 1/8 y of n minus 2 plus x of n plus 1/3 x of n minus 1. എന്നിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ദി ഇസഡ് ട്രാൻസ്ഫോം ഓൺ ദ ബോത്ത് സൈഡ്. ഓക്കെ, എടുത്ത് ഇസഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ h of z കണ്ടുപിടിക്കണം. After taking z transform, you will get y of z minus 3/4 z inverse, y of z plus 1/8 z raised to minus 2, y of z equal to x of z plus 1/3 z inverse x of z. From this, you have to take y of z by x of z, that is h of z. h of z equal to 1 plus 1/3 z inverse by 1/4 z inverse plus 1/8 z raised to
മൈനസ് 2. ഓക്കെ, ഇനി നമുക്ക് എച്ച് ഓഫ് ഇസഡ് കിട്ടി. ഫസ്റ്റ് യു ഹാവ് ടു റിയലൈസ് ദി കാസ്കേഡ് ഫോം. നോക്കിക്കോ, കാസ്കേഡിൽ എന്ത് ചെയ്യണം കാസ്കേഡിൽ? യു ഹാവ് ടു സ്പ്ലിറ്റ് ദി എച്ച് ഓഫ് ഇസഡ് ടു 2 ഫംഗ്ഷൻ. h1 ഓഫ്, ഈ കേസിൽ 2 ഫംഗ്ഷൻ, h1 ഓഫ് ഇസഡ് ഇൻറ്റു h2 ഓഫ് ഇസഡ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാം? മേലത്തെ ടേമിനെ നോക്കണ്ട, താഴത്തെ ഡിനോമിനേറ്ററിനെ ചെയ്ത് നിങ്ങൾ എഴുതിയോ. എന്ത് കിട്ടും? ഓഫ് ഇസഡ് കിട്ടും. അതിൽ ആ ഫസ്റ്റ് h1 ഓഫ് ഇസഡ് ഇതായിരിക്കും എക്സ് ഓഫ് ഇസഡ് ആയാലും ഡൊമൈനെ വരച്ചാലും സാരമില്ല, നിങ്ങൾക്ക് പറ്റില്ല. ഡൊമൈൻ ആയിരിക്കും. ഇത്രയും ദിവസം ഇസഡ് ചെയ്തുകൊണ്ട് ഇസഡ് തന്നെ വരച്ചാൽ മതി. എക്സ് ഓഫ് ഇസഡ് ആഡറിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഡിലേ z⁻1 ഒരു ഡിലേ ഉള്ളൂ, അത് താഴേക്ക് വരയ്ക്കുക. നമുക്ക് എന്താണ് വേണ്ടത്? 1/2 1/3 ഉണ്ട്. രണ്ടും കൂടെ കൊടുത്ത് നമ്മൾ h1 ഓഫ് ഇസഡ് റിയലൈസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു റിയലൈസ് വാട്ട് ദി സെക്കൻഡ്, അതായത് h2 ഓഫ് ഇസഡും കൂടെ റിയലൈസ് ചെയ്യുക. എന്നിട്ട് കമ്പൈൻ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാസ്കേഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാസ്കേഡ്. ഇനി നെക്സ്റ്റ് ഈസ് പാരലൽ. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? സെയിം ക്വസ്റ്റ്യൻ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കും. നമുക്ക് എന്താണ് നേരത്തെ സി പ്ലസ് ആ ഫോമിൽ കൊണ്ടുവരാം, കോൺസ്റ്റന്റ് പ്ലസ്. ഓക്കെ, അതിന് യു ഹാവ് ടു ടേക്ക് ദി ഫ്രാക്ഷൻ ആൻഡ് യു ഹാവ് ടു കമ്പ്യൂട്ട് ദ വാല്യൂ എ ആൻഡ് ബി. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് by solving for a and b you will get h is equal to 10/3 into 1/1 minus 1/2 z inverse minus b എന്ത് കിട്ടും? 7/3 1/1 minus 1/4 z inverse. ഓക്കെ, എന്നിട്ട് ഈ കിട്ടിയ h ഓഫ് ഇസഡിനെ റിയലൈസ് ചെയ്യുക. ഫസ്റ്റ് ടേം h1 ഓഫ് ഇസഡും സെക്കൻഡ് വൺ h2 ഓഫ് ഇസഡും ആയിരിക്കും റിയലൈസ് ചെയ്യുക. ഇതായിരിക്കും പാരലൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, വരച്ചെടുത്തോ. പെട്ടെന്ന് വരച്ചെടുത്തു. ഇനി ഒരു കൊച്ചു ടോപ്പിക്ക്, ഒരു ഫോമും കൂടെ നിങ്ങൾക്ക് നോക്കാനുണ്ട്. ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ. ട്രാൻസ്പോസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിയലൈസേഷൻ ആണ് നമ്മുടെ IIR-ൽ. മാത്രമല്ല ഈ ഒരു പോർഷനും കൂടെ ഉള്ളൂ സിലബസിലെ റിയലൈസേഷനിൽ. ഇത് നിങ്ങൾ പഠിച്ചു തന്നെയാണ്. അതെങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ ഇതിലൊന്നുമില്ല. ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് y of n തന്ന z ട്രാൻസ്ഫോം എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പറഞ്ഞുതരാം. ഡിറ്റർമൈൻ ദി ഡയറക്റ്റ് ഫോം 2 ആൻഡ് ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ ഫോം ഓഫ് y of n equal to by 2 y of n minus 1 minus 1/4 y of n minus x of minus 1. ഈ ഒരു ക്വസ്റ്റ്യന്റെ എന്ത് ചെയ്യണം? z ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. നിങ്ങൾ ഇതിന്റെ ഡയറക്റ്റ് ഫോം 2 ആദ്യം വരയ്ക്കുക. ഓക്കെ, ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റിയലൈസ് ദി ഡയറക്റ്റ് ഫോം 2. ഓക്കെ, ഡയറക്റ്റ് ഫോം 2 ആദ്യം വരയ്ക്കുക. അതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. y of z by x of z എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിൾ w of z കൺസിഡർ ചെയ്യുക. എന്നിട്ട് വരയ്ക്കുക. എന്താ താഴെ ഒരു ഡിലേ, അതായത് സിംഗിൾ സെറ്റ് ഓഫ് ഡിലേ കാണത്തുള്ളൂ. അതിൽ നിന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇനി ഡയറക്റ്റ് ഫോം 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
അതിൽ നിന്ന് ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യുക, ഇൻപുട്ടും ഔട്ട്പുട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. നോക്കിയേ, ഇന്റർചേഞ്ച് അതായത് റിവേഴ്സ് ദി ഡയറക്ഷൻ ഓഫ്, ഇത് നോട്ട് ചെയ്തോ, ട്രാൻസ്പോസ് സ്ട്രക്ചറിൽ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദി ഡയറക്ട് ഫോം 2. Okay, after that you have to reverse the direction of all branches in the SFGO block diagram. ഈ ബ്ലോക്ക് ഡയഗ്രാം അതായത് ഡയറക്ട് ഫോം 2 റിയലൈസേഷനിലുള്ള എല്ലാ ബ്രാഞ്ചിന്റെ ഡയറക്ഷൻ നിങ്ങൾ റിവേഴ്സ് ചെയ്യുക. ഇൻപുട്ടും ഔട്ട്പുട്ടും റിവേഴ്സ് ചെയ്യുക. ഇൻപുട്ട് എഴുതിയ സ്ഥലത്ത് ഔട്ട്പുട്ട് എഴുതുക, ഔട്ട്പുട്ട് എഴുതിയ സ്ഥലത്ത് ഇൻപുട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് ഓൾ ദി നോഡ്സ്. ഓക്കെ, മാത്രമല്ല എല്ലാ നോഡും റിവേഴ്സ് ചെയ്യുക. അതായത് നോഡ് റിവേഴ്സ് ചെയ്യുക. ഇനി ജോയിനിങ് പോയിന്റ്സ് എല്ലാം ബ്രാഞ്ചിങ് പോയിന്റ്സ് ആവും, ബ്രാഞ്ചിങ് പോയിന്റ്സ് എല്ലാം സമ്മിങ് പോയിന്റ്സും ആവും. ചുരുക്കി പറഞ്ഞ ഡയറക്ട് ഫോം 2 വരയ്ക്കുക. ആ വരച്ച ബ്ലോക്ക് ഡയഗ്രാം അതായത് നമുക്ക് റിയലൈസ് കിട്ടിയ ഡയറക്ട് ഫോം 2-നെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ഇൻപുട്ട് എക്സ് ഓഫ് എൻ എഴുതിയ സ്ഥലത്ത് എന്താവും, വൈ ഓഫ് എൻ എഴുതും, വൈ ഓഫ് എൻ എഴുതിയ സ്ഥലത്ത് എക്സ് ഓഫ് എൻ എഴുതും. ഇനി എല്ലാ ആരോസും തിരിച്ചിടുക. ഈ ആരോ കണ്ടോ, ഇങ്ങോട്ടേക്കുള്ള ആരോ എന്നെ എല്ലാം എന്താ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കുക. ഇനി ഈ നോഡെല്ലാം എന്താണ് സമ്മിങ് പോയിന്റ് ആവും. ഓക്കെ, സമ്മിങ് പോയിന്റ് എല്ലാം നോഡാവും. ഇനി ഡിലേ അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാ ബ്രാഞ്ചും തിരിഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. 1/2 ആയിരുന്നത് ഇപ്പുറത്തോട്ട് മാറി, 1 ആയിരുന്നത് അപ്പുറത്തോട്ട് പോയി, -1/4ഉം ഓപ്പോസിറ്റ് ആയി. ഓക്കെ, ഇതാണ് ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമ്മുടെ IIR റിയലൈസേഷൻ ഇത് വേണം വരച്ചെടുത്തോ, നോട്ട് ചെയ്തോ, ഞാൻ തരാം, PPT തരാം. ഇനി എന്താണ്, ഡയറക്ട് ഫോം 1 വരച്ചു, 2 പഠിച്ചു, കാസ്കേഡ് നോക്കി, പാരലൽ ഇപ്പൊ നോക്കി, ലാസ്റ്റ് ഒരു ടോപ്പിക്, ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട് ട്രാൻസിസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ റിയലൈസേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം, എല്ലാ പ്രോബ്ലവും, അതായത് ഞാൻ ഇപ്പം അയക്കാൻ പോകുന്ന ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അയക്കുന്നുണ്ട്, അതും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് എല്ലാം വരച്ച് തന്നെ പഠിക്കുക. ഡയറക്റ്റ് വേറെ, പാരലൽ വേറെ, കാസ്കേഡ് എല്ലാം സെപ്പറേറ്റ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ.